നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. നമ്മുടെ ജീവിതം സുഖകരവും ദുഃഖകരവുമാകുന്നതിൽ നല്ലൊരു പങ്ക് നമ്മുടെ മനസ്സിനുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ലാത്തവയെ പരിഭവത്തോടെയും ദുഃഖത്തോടെയും ചിലപ്പോൾ ദേഷ്യത്തോടെയുമാണ് നമ്മൾ നേരിടുന്നത്. ചിലപ്പോൾ മനസ്സ് വളരെ ശാന്തമാണെന്ന് തോന്നും. സാഹചര്യം വരുമ്പോൾ ഉള്ളിലെ ദേഷ്യവും പ്രതികാര ചിന്തയും ഉണർന്ന് പ്രവർത്തിക്കും. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നമ്മൾ ശക്തമായി പ്രതികരിക്കും. കൊടും മഞ്ഞിൽ തണുത്തു മരവിച്ച് കിടക്കുന്ന ഒരു പാമ്പിനെ കണ്ടാൽ അത് നിരുപദ്രവകാരിയാണെന്ന് തോന്നും. എന്നാൽ കയ്യിലെടുത്താൽ ശരീരത്തിൻ്റെ ചൂടേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ അത് ഉണർന്ന് പത്തി വിടർത്തും. നമ്മളെ കൊത്തിയെന്നും വരും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. പ്രതികൂല സാഹചര്യങ്ങളിൽ എത്രമാത്രം പക്വതയോടും വിവേകത്തോടെയും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് ധ്യാനവും പ്രാർത്ഥനയും ആധ്യാത്മിക സാധനയും കൊണ്ട് നേടേണ്ടത്. ആധ്യാത്മികത വല്ലപ്പോഴും അനുഷ്ഠിക്കേണ്ടതല്ല, അത് ശ്വാസം പോലെ നമ്മിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം ജാപ്യസമേത സമാധി വിധാനം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഭജഗോവിന്ദത്തിലെ 10-ാം ശ്ലോകത്തിൽ പറയുന്ന പ്രത്യാഹാരത്തെക്കുറിച്ചാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യാഹാരം. ചിത്തനിരോധത്തിൽ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായും തന്നെ നിരോധിതങ്ങളാകുകയും വിഷയവ്യാപാരത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. പ്രത്യാഹാരത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്വാമിജിയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തൻ്റെ എല്ലാ പരിമിതത്വ ഭ്രമങ്ങളും നീങ്ങി അപരിമിതമായ സ്വരൂപമാണ് താൻ, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് താൻ എന്നുള്ള ആത്മബ്രഹ്മൈക്യ ജ്ഞാനം, അത് മാത്രമാണ് വാസ്തവത്തിൽ വേദാന്ത സംഹിതമായ
മോക്ഷം, മോക്ഷഹേതു. എന്നാൽ ആ ഒരു തലത്തിലേക്ക് ഉയരുന്നതിന്, തടസ്സമായിട്ടുള്ള അജ്ഞാനത്തെ നീക്കുന്നതിന് ഓരോ വ്യക്തിക്കും അതത് വ്യക്തിയുടെ ഗുണഭേദമനുസരിച്ച്, സ്വഭാവവിശേഷമനുസരിച്ച്, വൈകാരിക തലഭേദങ്ങളെ അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാക്രമങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അത് മാർഗതലത്തിലാണ്. ലക്ഷ്യതലത്തിലൊരു ഭേദവുമില്ല. അങ്ങനെ മാർഗതലത്തിലുള്ള വിവിധങ്ങളായ സാധനകളെ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലാദ്യം പ്രാണായാമം കുരു എന്ന് പറഞ്ഞു. ആസനസിദ്ധി കൈവന്ന ശേഷം ഗുരുപദിഷ്ടമായ രീതിയിൽ പ്രാണായാമത്തെ ചെയ്താലും. തുടർന്ന് പറയുന്നത് പ്രത്യാഹാരം എന്നാണ്. അവസാനത്തെ പാദത്തിൽ നിന്ന് കുരു എന്നുള്ളത് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ പ്രത്യാഹാരം കുരു എന്നർത്ഥം. പ്രത്യാഹാരം വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ പ്രതി ആഹരിക്കുകയാണ്. അതായത് പലതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ഇന്ദ്രിയങ്ങളും അതത് വിഷയങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്ന ഇന്ദ്രിയങ്ങളെ ഉപായത്തോടുകൂടി തന്നിലേക്ക് പ്രത്യാഹരിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്. പ്രത്യാഹാരം തിരിച്ചു പിടിക്കലാണ്. എന്തിൻ്റെ തിരിച്ചു പിടിക്കൽ? ഇന്ദ്രിയങ്ങളുടെ. എവിടെ നിന്ന്? വിഷയങ്ങളിൽ നിന്ന്. അപ്പോൾ പലതിലേക്ക് നെട്ടോട്ടം ഓടാൻ അവകാശമില്ലാതെ ഇന്ദ്രിയങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന, അടങ്ങിയിരിക്കുന്ന അവസ്ഥ, അതാണ് പ്രത്യാഹാരം. ഇത് പ്രസംഗിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ഉപായത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുന്നത് മനസ്സാണ്. മനസ്സിനെ വിഷയചിന്തയിലേക്ക് ആകർഷിക്കുന്നത് ഇന്ദ്രിയങ്ങളുമാണ്. ഇവ പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രത്യാഹാരം എന്നുള്ളത് മനസ്സിൻ്റെ വൃത്തിയെ അപേക്ഷിച്ചിരിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളത് ഇന്ദ്രിയങ്ങളുടെ പ്രത്യാഹരണത്തെയും അപേക്ഷിച്ചിരിക്കുന്നു. ശമം, ദമം. ശമം എന്നാൽ മനസ്സിൻ്റെ നിയമനം, ദമം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ നിയമനം. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. രണ്ടും പരസ്പര സഹായികളാണ്, പരസ്പര പൂരകങ്ങളാണ്. ഇത് ഉപായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ബലപൂർവകം ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ബലപൂർവകം ഇന്ദ്രിയങ്ങളെ അമർത്തി വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം, അവ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും. അത് വ്യക്തിത്വത്തിന് തന്നെ മാരകമായ ദോഷമുണ്ടാക്കി തീർക്കും. മറിച്ച് വിവേകത്തോടു കൂടി ഏതേത് വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയം നെട്ടോട്ടം ഓടുന്നുണ്ടോ അതത് വിഷയത്തെക്കുറിച്ച് ബോധിപ്പിച്ച് പിന്തിരിപ്പിക്കുക, അതേ സാധിക്കൂ. അങ്ങനെ ഇന്ദ്രിയങ്ങൾ പിന്തിരിഞ്ഞ അവസ്ഥയാണ് വാസ്തവത്തിൽ പ്രത്യാഹാരം. ഇപ്പോൾ പ്രത്യാഹാരം കുരു, സ്വന്തം വിഷയങ്ങളെ പ്രയോഗിക്കാതിരിക്കുമ്പോൾ, സ്വന്തം വിഷയങ്ങളെ പ്രയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെവി എപ്പോഴും ശബ്ദത്തെ, അതുപോലെ ത്വക്ക് എപ്പോഴും സ്പർശത്തെ, നേത്രം, കണ്ണ് എപ്പോഴും രൂപത്തെ, നാവ് എപ്പോഴും രുചിയെ, മൂക്ക് എപ്പോഴും മണത്തെ, അതാണല്ലോ പ്രയോഗിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ അതത് വിഷയത്തെ സംപ്രയോഗിക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ? ചിന്തിച്ചു നോക്കുക. വിഷയങ്ങളെ പ്രയോഗിക്കുമ്പോൾ വിഷയങ്ങളുടെ കൂടെയാണ് ഇന്ദ്രിയങ്ങൾ. വിഷയങ്ങളെ പ്രയോഗിക്കാതിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു സംശയമില്ലാതെ പറയാം, അത് അന്തഃകരണത്തോട് ചേർന്നിരിക്കും. അങ്ങനെ അന്തഃകരണത്തോട് ചേർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയ്ക്കാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഭഗവാൻ പതഞ്ജലി മഹർഷി സ്വവിഷയ അസംപ്രയോഗേ
ചിത്തരൂപാനുകാര ഇന്ദ്രിയാണാം പ്രത്യാഹാര എന്ന് പറയും. അപ്പോൾ സ്വന്തം വിഷയങ്ങളെ പ്രയോഗിക്കാതിരിക്കുമ്പോഴുള്ള സ്വവിഷയ അസംപ്രയോഗേ ചിത്തരൂപ അനുകാര ഇവ, ചിത്തരൂപത്തെ അനുകരിക്കുന്നത് പോലുള്ള ഇവ, ആ ഒരു സ്ഥിതിയാണ് ഇന്ദ്രിയങ്ങളുടെ പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങൾ നെട്ടോട്ടോടുന്നില്ല, അവ അന്ധകരണത്തോട് ചേർന്നിരിക്കുന്നു. ഇവിടെയാണ് വിഷയം. അടുത്ത ചോദ്യം വരുന്നത്, ഈ സ്ഥിതിയിൽ എന്തായിരിക്കും അന്ധകരണത്തിൻ്റെ അവസ്ഥ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയാണല്ലോ അന്ധകരണം. അതിൽ മനസ്സിനെ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പം ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകാതെ മനസ്സിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ മനസ്സും ശാന്തമായിരിക്കും. അങ്ങനെ ശാന്തമായ മനസ്സിനോട് ചേർന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, ഈ ഒരു സ്ഥിതിക്കാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആചാര്യൻ ഉപദേശിക്കുന്നത് പ്രത്യാഹാരം കുരു എന്നാണ്. നീ പ്രത്യാഹാരത്തെ ചെയ്യൂ, വിവേകത്തോടു കൂടി ശാന്തമായി പ്രത്യാഹാരത്തെ ചെയ്യൂ. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് അലയുന്നതിൽ നിന്ന് പതുക്കെ പതുക്കെ ശനൈരുപരമേത് എന്ന് ഭഗവത്ഗീത പറയുന്ന പോലെ പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കൂ. അങ്ങനെ പ്രാണായാമത്തെയും പ്രത്യാഹാരത്തെയും ശീലിക്കൂ എന്ന് ഉപദേശിക്കുകയാണ്. തുടർന്ന് സാധനാക്രമങ്ങൾ ഉപദേശിക്കുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ, തിരുസ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ, നിന്റെ തിരുനടയിൽ ഞാൻ പാടും ഭജനകളിൽ നീലയിച്ചു. സ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ.